യെല്ലോ ടാക്സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നാടക രംഗത്തെ കുലപതി എന്ന് പറയാം. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു വിശേഷണങ്ങളൊക്കെ എങ്ങനെ പറയണമെന്നറിയില്ല. രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ എന്ന് നമ്മുടെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ശ്രീ ആർട്ടിസ്റ്റ് സുജാതൻ സാറാണ് ഞങ്ങളുടെ. നമസ്കാരം സർ. സർ, അങ്ങ് ഓൾമോസ്റ്റ് 50 വർഷം കഴിഞ്ഞു ഈ ഒരു മേഖലയിൽ വന്നിട്ട്. അങ്ങയുടെ ഒരു കുട്ടിക്കാലം, ആ ജീവിതം മുതലാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇതൊരു പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പം അങ്ങേക്കുള്ള അറിവുകൾ, മീൻസ് അങ്ങയുടെ ജീവിതമാണ് ഞങ്ങൾക്ക് ആവശ്യം. ആ ജീവിതത്തെക്കുറിച്ചിട്ട് ഒന്ന് പ്ലീസ്. എൻ്റെ അച്ഛൻ ആർട്ടിസ്റ്റ് കേശവൻ ഒരു 1940 മുതൽ ഈ കേരളത്തിലെ അമച്വർ നാടക രംഗത്ത്, അന്നൊക്കെ നമ്മൾ ഈ അമച്വർ നാടകം എന്ന് പറയുമ്പോൾ ഈ ക്ലബ്ബ് നാടകങ്ങൾ, വായനശാല നാടകങ്ങൾ, അങ്ങനെയൊക്കെ എല്ലാ വർഷങ്ങളിലും അതിൻ്റെ വാർഷിക ആഘോഷങ്ങൾ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ അമച്വർ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പമല്ല. അന്ന് അവർ ഏതെങ്കിലും ഒരു പ്രിൻ്റ് ചെയ്ത നാടകങ്ങൾ എടുത്തിട്ട് അവിടെയുള്ള കലാകാരന്മാരും അവിടെ ഇത്തരം നാടകങ്ങൾ അഭിനയിക്കുന്ന ചില സ്ഥിരം കലാകാരികളും ഒക്കെ കൂടെ ഒരു ടീമായിട്ട് ആ നാടകാവതരണം നടത്തുന്ന ഒരു പതിവ് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒത്തിരി ഗ്രാമങ്ങളിലും ഒക്കെ അരങ്ങേറുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതൊരു 40 മുതൽ വളരെ സജീവമായിരുന്നു. എൻ്റെ അച്ഛൻ ഈ കലാരംഗത്ത് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ, ഈ പ്രത്യേകിച്ച് ആർട്ടിൻ്റെ രംഗത്ത് തുടങ്ങുന്നത് ഈ ഒരു ഗുരു ഇല്ലാതെ സ്വന്തം ജന്മസിദ്ധമായിട്ട് കിട്ടിയ കഴിവുകൊണ്ട് ചെയ്തു തുടങ്ങിയ ആളാണ്. കേട്ടിട്ടുണ്ട് ഇങ്ങനെ തമിഴ്. അതെ, തമിഴ് നാടകങ്ങൾ കേരളത്തിൽ ഈ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം രാജമാണിക്യം കമ്പനി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ പല കമ്പനികളുണ്ട്. അപ്പോൾ ആ കമ്പനികൾ വന്നിട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും അവർ വന്ന് നമ്മുടെ കലാനിലയം പണ്ട് അവതരിപ്പിച്ചിരുന്ന പോലെ അവർ ക്യാമ്പ് ചെയ്തിട്ട് ഒരു മാസം ക്യാമ്പ് ചെയ്ത് സ്ഥിരം നാടകം കളിക്കുന്ന ഓരോ സ്ഥലങ്ങളും. അങ്ങനെ ഒരുമാതിരി ജില്ലകളിൽ, കോട്ടയത്ത് പ്രത്യേകിച്ച് കോട്ടയത്ത് അതിൻ്റെ ഒരു സ്ഥിരം വേദിയായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ ഈ കോട്ടയം ടൗണുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒത്തിരി കൈത്തൊഴിലുമൊക്കെ ആയിട്ട് ചെയ്ത് ബീഡി തെറുപ്പ്, തയ്യൽ, അങ്ങനെയൊക്കെ കോട്ടയം ടൗണിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ നാടകങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ വരുമ്പോൾ അച്ഛൻ അതിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. കാരണം വെച്ചാൽ അച്ഛൻ ശരിക്കും നാടകമല്ല കാണുന്നത്. ഒരു നാടകം തന്നെ ഒരാഴ്ച കഴിക്കുകയാണെങ്കിൽ അതെല്ലാ ദിവസവും പോയി കാണും. അച്ഛൻ അന്ന് കണ്ടുകൊണ്ടിരുന്നത് ഇതിൻ്റെ രംഗപടങ്ങളുടെ ഉപയോഗവും അത് ആ നാടകത്തിന് ഉണ്ടാക്കുന്ന സ്വാധീനവും ഒക്കെയാണ് അച്ഛനെ വല്ലാതെ ആകർഷിച്ചത്. ശരിക്കും അതാണ് അച്ഛൻ്റെ ഈ മേഖലയിലുള്ള ഒരു പഠനം എന്ന് പറയുന്നത്, ആ കാഴ്ചകളാണ്. അച്ഛൻ ആദ്യം ചെയ്തു തുടങ്ങിയത് ഈ പ്രോഗ്രാമുകൾ, അവിടെ ഈ വോളിബോൾ അങ്ങനെയുള്ള പന്തുകളികളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ജംഗ്ഷൻ ബോർഡുകളൊക്കെ എഴുതുക, അതാണ് തുടങ്ങിയത്. അത് തുടങ്ങിയത് തന്നെ അന്ന് ഈ വളരെ പരിമിതമായ സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരു കുടുംബത്തിലാണ് അച്ഛൻ ജനിച്ചതുമൊക്കെ. ഒന്നുമില്ല, പഠിച്ചിട്ടില്ല, ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഈ കൈതവേരൊക്കെയാണ്. കൈതവേരെന്ന് ഒരു കൈതയെന്നും പറഞ്ഞാൽ ഞങ്ങളവിടെയൊക്കെ ഈ ഒരു കുട്ടനാടിൻ്റെ കിഴക്കൻ മേഖലയാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെ ഈ ധാരാളം വയലുകൾ കൈതകൾ ഒക്കെ. ഈ കൈതയുടെ വേരുണ്ട്, ഇങ്ങനെ നീളത്തിൽ കിടക്കും. അതെടുത്തിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കും, മുറിച്ചെടുത്തിട്ട്. എന്നിട്ട് അപ്പോൾ അത് ഇച്ചിരി സോഫ്റ്റ് ആവും ആ വേര്. എന്നിട്ട് പിറ്റേന്ന് അതെടുത്തിട്ട് ചെത്തി അതിന് നമ്മളിങ്ങനെ അടിച്ചിട്ട് അതിനെ സോഫ്റ്റാക്കി അത് ബ്രഷാക്കും. ഈ ബ്രഷാണ് അച്ഛൻ ഈ എഴുതാനൊക്കെ എടുക്കുന്നത്. ഇപ്പം അന്ന് നമുക്ക് പൈസ കൊടുത്തിട്ട് അന്നൊന്നും വലിയ ഇതൊന്നും വാങ്ങിക്കാനുള്ള അത്തരം വരുമാനം ഇല്ലാത്ത ഒരു വർക്കാണ് ആ സമയത്താണ്. അങ്ങനെ ആ കൈതവേരിലാണ് അച്ഛൻ്റെ ഈ ചിത്രരചനയുടെ ആദ്യ കാലങ്ങളിലെ പ്രവർത്തനം മുഴുവൻ. അപ്പം അവിടുന്ന് തുടങ്ങിയ ആളാണ് അച്ഛൻ. ഗുരുവില്ല, സ്വന്തമായിട്ടുള്ളത്. അങ്ങനെ ഈ ബോർഡുകൾ എഴുതി ജംഗ്ഷനുകളിലെല്ലാം ഈ കോട്ടയത്തിൻ്റെ വലിയ പരിപാടികൾക്കെല്ലാം അച്ഛൻ ബോർഡ് എഴുതി വെക്കുന്ന അങ്ങനെയാണ് ഈ ശരിക്കും ഈ ആർട്ടിലേക്ക് സജീവമാകുന്നത്. പിന്നീടാണ് കോട്ടയത്തൊരു ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു കലാപ്രസ്ഥാനം തുടങ്ങിയത്.
ഒരു കലാകാരനല്ലാത്ത ഒരു വലിയ സാമ്പത്തിക ഉള്ള ഒരു തറവാട്ടിലെ ഒരു അംഗം, ജോൺ സാർ എന്ന് പറയും. അദ്ദേഹം ഈ കോട്ടയത്ത് അന്ന് ഒത്തിരി കലാകാരന്മാരുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരെ, സംഗീതത്തിൻ്റെ എല്ലാ മേഖലയിലും പെട്ട ഉണ്ട്. ഇവരെ എല്ലാം പലരെയും കൂടെ ഒരുമിച്ച് കൂട്ടാൻ ഒരു സങ്കേതം, ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് കോട്ടയം ടൗണിൻ്റെ മധ്യഭാഗത്ത് തന്നെ ഒരു അപ്സ്റ്റെയർ ബിൽഡിങ്ങിൽ ഇദ്ദേഹം അവസരം ഉണ്ടാക്കി. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അവിടെ ഒത്തുകൂടുകയും എല്ലാ വർഷവും അവർ ഈ ഒരു നാടകം അവതരിപ്പിക്കും, അതിൻ്റെ ഒരു വാർഷിക നാടകം പോലെ. അത് മിക്കവാറും ബൈബിൾ നാടകങ്ങളാണ് കാലത്ത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് കർട്ടൻ വരച്ചിട്ടാണ് അച്ഛൻ ഈ കർട്ടൻ വരയിലേക്ക് അതെ. അപ്പോൾ അതിന് മുന്നേ ആണ് ഈ മറ്റേ തമിഴ് നാടകങ്ങൾ കണ്ട് അച്ഛൻ്റെ മനസ്സിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞ് കിടക്കുന്നത്. അങ്ങനെ ഈ അന്ന് ആദ്യകാലത്ത് ഇത് വരച്ചിരുന്നതെന്ന് പറയുന്നത് ഈ ക്ലോത്തിലല്ല, മനോരമയിൽ ഈ ന്യൂസ് പേപ്പറിൻ്റെ വേസ്റ്റ് കിട്ടും, ന്യൂസ് പ്രിൻ്റ് ചെയ്യാത്ത പേപ്പർ, അതിങ്ങനെ വാങ്ങിച്ചിട്ട് അതിന് 2 അടിയോളം വീതിയുള്ളതാണ്. അതിങ്ങനെ വാങ്ങിച്ചിട്ട് കൂട്ടി ഒട്ടിച്ച് ഒരു 16 അടി നീളവും 9 അടി പൊക്കമുള്ള ക്യാൻവാസ് പോലെ ആക്കും. ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു മുള, നല്ല സ്ട്രെയിറ്റ് ഒരു മുള പിടിപ്പിക്കും, താഴെ ഒരു മുള റോൾ ചെയ്യാൻ വേണ്ടി പിടിപ്പിക്കും. എന്നിട്ട് അതിലാണ് ഈ കർട്ടൻസൊക്കെ വരയ്ക്കുന്നത്. കാരണം അതൊരൊറ്റ ഉപയോഗമേ ഉള്ളൂ. ആ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ അത് സൂക്ഷിച്ച് വെക്കുകയില്ല, കളയുക. ഈ ഒരു നാടകം, ഒരു ബൈബിൾ നാടകം എടുത്താൽ അതിനു വേണ്ടിയുള്ളതായി വരയ്ക്കുന്നത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ നാടകം ഇങ്ങനെ റോളിംഗ് കർട്ടനാണ്. അപ്പോൾ താഴെയുള്ള മുള ഇങ്ങനെ ചുരുട്ടി എടുത്ത് മുകളിലോട്ട് പോകും, ഉടനെ അടുത്ത സീനുണ്ടാവും, വേറെ താഴോട്ട് ഇറങ്ങും. ഇങ്ങനെയൊക്കെ ഉള്ള ടെക്നിക്കാണ്. ഇതൊക്കെ ആ തമിഴ് നാടകത്തിൽ നിന്ന് അച്ഛന് കിട്ടിയ ഇതാണ്. അങ്ങനെയാണ് ഇതിലേക്ക് അച്ഛൻ സജീവമാകുന്നത്. അങ്ങനെ സജീവമായി KPSCയുടെ ആരംഭം 1951 KPSC തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ 52, 53 ആയപ്പം കേരള തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ പൊൻകുന്നം വർക്കി സാറിൻ്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് നാടക സംഘം തുടങ്ങുന്നു. എറണാകുളത്ത് PG ആന്റണി ചേട്ടൻ്റെ തുടങ്ങുന്നു. ഇങ്ങനെ കുറേ നാടക സംരംഭങ്ങൾ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കോട്ടയത്തു നിന്നുള്ള കലാകാരന്മാർ ഇപ്പോൾ KPSCയുടെ ആരംഭകാലത്ത് ഇവിടുന്നുള്ള ഒരു ഓർക്കസ്ട്ര ടീം അതിനകത്ത് പോയി പങ്കുകയാണ്. അന്ന് ഈ നാടകം അഭിനയിക്കുന്നവർ തന്നെ പാടുകയും ചെയ്യണം, അങ്ങനെ ഒരു KPSCയിലെ ആദ്യകാലം എന്ന് പറയുന്നത് സുലോചന, ഗേസ് ജോർജ് അങ്ങനെ തുടങ്ങിയുള്ള ഒരു രംഗത്ത് നിന്ന് രംഗത്ത് നിന്ന് അവർ പാടുന്നു എന്നുള്ളതല്ല. KPSC എന്ന് പറയുന്ന നാടക സംഘത്തിൻ്റെ രൂപീകരണം തന്നെ 1950 നടക്കുന്നത് തന്നെ പാർട്ടിയുടെ പ്രചരണാർത്ഥം ഗാനമേളകൾ നടത്താൻ. ഞാൻ കേട്ടിട്ടുണ്ട് KP മേദിനിയൊക്കെ, അത് തന്നെ. അപ്പോൾ അന്ന് ഈ പ്രചരണായുധം എന്ന് പറയുന്ന പാട്ട്, വിപ്ലവ ഗാനങ്ങൾ പാടുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി രൂപീകൃതമായ ഒരു സംഘമാണ് ഈ ശരിക്കും KPSC. അപ്പോൾ ആദ്യകാലത്ത് ഗേസ് ജോർജ്, സുലോനും ചേച്ചിയൊക്കെ ഇവർ എവിടെ നാടകം അവതരിപ്പിക്കാൻ പോയാലും അതിനു മുമ്പൊരു ഇവരുടെ സംഗീത പരിപാടി നടത്തിയിരിക്കണം, ഗാനമേള നടത്തിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നാടകം നടത്തും. എല്ലാം ചേർത്തല, വയലാർ, ഇങ്ങനെയുള്ള നമ്മുടെ തെക്കൻ കേരളത്തിൽ മുഴുവൻ അതുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ നാടകത്തിലെ ഈ പിന്നണി ഈ പാട്ടുകാരോടൊപ്പം അതിൻ്റെ പിന്നണിയിലേക്ക് കോട്ടയത്തു നിന്ന് കുറച്ച് കലാകാരന്മാർ ഉണ്ടായിരുന്നു. ഒരു ജോൺസൺ മാഷ്, ഒരു ജോസഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹാർമോണിയം, വയലിന് ഒക്കെ ആയിട്ട്. ഇവർ KPSC ആദ്യം നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം അവതരിപ്പിക്കുന്നത് ശരിക്കും അതിന് പശ്ചാത്തലം അതിനായിട്ട് ഒരുക്കിക്കൊണ്ടല്ല. അവർ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്ത്, കാരണം വെച്ചാൽ നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകം 1962 ഡിസംബർ 6 ചവറയിൽ തട്ടാശ്ശേരിയിൽ അത് ആദ്യം കളിക്കുമ്പോൾ അതിന് ഇത്ര വലിയൊരു സ്വീകാര്യത ഒരു പക്ഷേ അന്ന് സംഘാടകരെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ആ നാടകം ജനം ഏറ്റെടുത്തിട്ട് കേരളം ഉടനീളം അത് കളിക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഇതിങ്ങനെ വ്യാപകമായിട്ട് ഇപ്പോഴത്തെ പ്രൊഫഷണൽ നാടകത്തിൻ്റെ, കേരളത്തിലെ പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഇപ്പോൾ സഞ്ചരിക്കുന്ന രീതി തന്നെ KPSCയുടെ തുടങ്ങി, അതിൻ്റെ തുടർച്ചയാണ്. കാരണം വെച്ചാൽ അന്ന് മുതലങ്ങനെ. അതിനു മുമ്പ് നാടകങ്ങൾ കേരളത്തിൽ ഒത്തിരി ഉണ്ട്, കർണ പോലുള്ള നാടകങ്ങളുണ്ട്, തിക്കുറിശ്ശി ചേട്ടൻ്റെ മായ, അങ്ങനെയുള്ള നാടകങ്ങളുണ്ടെങ്കിൽ പോലും ഇത്ര വ്യാപകമായിട്ട് കേരളത്തിൽ കളിക്കപ്പെട്ടിട്ടില്ല. ഇത് നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി ആദ്യ അവതരണം കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഇത് കേരളം മുഴുവൻ ഇത് കളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുക, തുടക്കമാണ്. അപ്പം ഒരിക്കൽ പോലും ആ സംഘാടകർ പ്രതീക്ഷിക്കുന്നില്ല അതിന് ഇത്ര വലിയൊരു സ്വീകാര്യത.
അതുകൊണ്ട് തന്നെ അതിനൊരു മുന്നൊരുക്കങ്ങളും ഇല്ല. ഇപ്പോൾ അതിനായിട്ട് അവർക്ക് ഒരു കർട്ടൻ, ഇതിന് വേണ്ട കർട്ടനുകളില്ല, മുൻകർട്ടൻ പോലും ഇല്ല, ഒന്നുമില്ല. അവിടെ ആദ്യാവതരണത്തിന് തന്നെ അവിടുന്ന് സംഘടിപ്പിക്കപ്പെട്ട കുറച്ച് കർട്ടൻസും ഒക്കെ കെട്ടിയിട്ട് ആണ് ഇത് കളിക്കുന്നത്. ഒരു 3 പശ്ചാത്തലമാണ് ഇതിന് വേണ്ടത്. പക്ഷേ ആ പശ്ചാത്തലത്തിന് അനുയോജ്യമായതൊന്നും അല്ല അതിനുപയോഗിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അമച്ചർ നാടകത്തിന് നാട്ടിൽ കിട്ടുന്ന സംഘാടകരോട് പറയും ഇതിന് കുറച്ച് കർട്ടൻ വേണം, 3 കർട്ടനാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അവരത് അറേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. ഇവർ നാടകസമിതി കളിക്കാൻ പോവുക. അപ്പോൾ അങ്ങനെ ഈ കളിച്ചുകൊണ്ടിരുന്നിടത്താണ് 52 ഇതിനായിട്ട് കുറച്ച് രംഗപശ്ചാത്തലങ്ങൾ വേണമെന്ന ആലോചന KPSC ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അച്ഛനെ അവിടെ പരിചയപ്പെടുന്നതും. അച്ഛൻ KPSCക്ക് വേണ്ടി ഈ 3 പശ്ചാത്തലങ്ങൾ വരച്ച് വാടകയ്ക്ക് കൊടുക്കുക KPSCക്ക്. അപ്പം അത് ഒരു രസകരമായ അനുഭവം. എവിടെ ഇപ്പം കായംകുളത്തുനിന്ന് ഇപ്പോൾ അടൂർ നാടകം കളിക്കാൻ പോയി, അല്ലെ പത്തനംതിട്ട നാടകം കളിക്കാൻ ചെല്ലുമ്പോൾ എല്ലാം പാർട്ടി മീറ്റിങ്ങിനാണ്. അപ്പോൾ ആ നാടകം വന്ന് പാർട്ടിക്കാർ വന്ന് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ KPSC എന്ന് പറയും ഇതിനുള്ള കർട്ടനുകൾ കിട്ടുന്നത് കോട്ടയത്താണ്, ആർട്ടിസ്റ്റ് കേശവൻ എന്ന് പറഞ്ഞ ആളുണ്ട്, അവിടെ പോയി നിങ്ങൾ ബുക്ക് ചെയ്യണം. കാരണം അതിൻ്റെ പേയ്മെൻ്റ് എല്ലാം അവരാണ് കൊടുക്കേണ്ടത്. സമിതിക്കൊരു ബന്ധവുമില്ല. അങ്ങനെ അച്ഛൻ അവിടുന്ന് 2 ആളെ ഈ കർട്ടനുകളും മുൻകർട്ടൻ ഉൾപ്പെടെ ഫ്രണ്ട് കർട്ടൻ ഉൾപ്പെടെ എല്ലാം ആയിട്ട് ഈ സ്ഥലത്തേക്ക് വിടും. അവർ അവിടെ വന്ന് ഇതെല്ലാം കെട്ടി റെഡിയാക്കും. സമിതി വേറെ വഴിക്ക് വരും, അവർ കളിക്കും. സമിതി അന്നേരം പോകും, ഇവർ പിറ്റേന്ന് രാവിലെ ഇത് കളിച്ചുകൊണ്ട് പോകും. ഇങ്ങനെയായിരുന്നു ഈ സിസ്റ്റം. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കി ഈ പറഞ്ഞ പോലെ വ്യാപകമായിട്ട് കളിച്ചു തുടങ്ങിയപ്പോൾ അതിനുവേണ്ടി സ്വന്തമായിട്ട് KPSCക്ക് വരച്ച് പിന്നെ കൊടുക്കുന്നത്. അപ്പം ശരിക്കും പ്രൊഫഷണലായിട്ട് അച്ഛൻ ഇതിലേക്ക് ഇടപെടുന്നത് ഈ KPSCയുടെ മലയാളത്തിൽ ഈ രംഗപടം വരുന്നത് അച്ഛനിലൂടെയാണ്. കാരണം ആ രംഗപടത്തിന് ഒരു മാറ്റം ഉണ്ടായി എന്ന് പറയുന്നത് അതുവരെ നമ്മുടെ കേരളത്തിലെ നാടക അവതരണങ്ങൾക്ക് ഒന്നാമത് ചരിത്ര നാടകങ്ങളായിരിക്കും, അല്ലെങ്കിൽ പുരാണമായിരിക്കും അവതരണങ്ങൾ. അന്നത്തെ നാടകം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാവൊരു സ്റ്റേജിൻ്റെ സൈഡിൽ ചവിട്ടറിമണിയായിട്ട് പറയുക, തമാശ പറയാൻ വിദൂഷകം കയറി വരിക, ഇങ്ങനെ ഒരു പ്രത്യേക പാറ്റേണിലുള്ള നാടകാവതരണ. പാട്ട് പാടിക്കൊണ്ട് നായകനും നായികയൊക്കെ വരിക. അതിന് ഒരു നാടകമായിട്ട് കഥയായിട്ട് വലിയ ഇഴുകിച്ചേർന്ന ബന്ധം ഇല്ലാത്ത ഒരു 3 കർട്ടൻ മസ്റ്റാ. ഒരു തെരുവ് വേണം, ഒരു കൊട്ടാരം വേണം, ഒരു പൂന്തോട്ടം വേണം. പാട്ടും ലവ് സീനൊക്കെയാണ് പൂന്തോട്ടം. ഈ വിദൂഷകൻ വന്ന് തമാശ പറയാൻ വരുന്നത് തെരുവ്, പിന്നെ രാജാപ്പാട്ടാകുമ്പോൾ കൊട്ടാരം. ഇങ്ങനെയായി നാടകങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്നിട്ട് തികച്ചും നമ്മുടെ കേരളത്തിൻ്റെതായ പ്രകൃതി ദൃശ്യങ്ങൾ സ്റ്റേജിലേക്ക് വരുന്നത് ഈ നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി അതിലൂടെയാണ് തുടങ്ങിയത്. അപ്പം അതിനകത്ത് 3 പശ്ചാത്തലങ്ങളാണ്. ഒന്ന് ഒരു പഴയ തകർന്ന തറവാട്, അതാണ് അതിനകത്ത് പ്രധാന ഇത്. പിന്നെ ഒരു ഗ്രാമത്തിലെ ഒരു വയലും, അല്ല ഓണാട്ടുകരയുടെ തന്നെ പശ്ചാത്തലങ്ങളാണ്. ഒരു കുടിലും അതിൻ്റെ പശ്ചാത്തലവും. പിന്നെ ഉള്ളത് വേറെ ജന്മി വീടും. അപ്പോൾ ഇത്തരം ഒരു പ്രകൃതി ദൃശ്യം സീനിലേക്ക് രംഗത്തേക്ക് കാണികളിലേക്ക് വരുന്നത് തന്നെ ആ ഒരു കാലഘട്ടത്തോടു കൂടിയാണ്. അപ്പോൾ ഒരു വലിയ മാറ്റമാണ് പിന്നെ അതിന് വന്നത്. ആ സ്ഥിരം കാഴ്ച അങ്ങോട്ട് മാറിയിട്ട് നാടകവുമായിട്ട് ബന്ധപ്പെട്ട രംഗപശ്ചാത്തലം. ആ സമയത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സാറ് ഇഷ്ടമില്ലാതെ അച്ഛൻ്റെ നിർബന്ധത്തിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് KPSCയുടെ ആവിർഭാവവും ഞാൻ ജനിക്കുന്ന ഒരു 51. അപ്പം ഞാൻ നീന്തി നടക്കുന്ന ഒരു കാലം തൊട്ട് അച്ഛന് ഞങ്ങളുടെ ഒരു ചെറിയ ഓലപ്പുരയാണ്. ആ വീടിൻ്റെ മുറ്റത്താണ് അച്ഛൻ ഇതിനകത്ത് സജീവമായി കഴിഞ്ഞപ്പം ഈ കർട്ടനുകളൊക്കെ തുണി കൊണ്ട് കർട്ടൻ തയ്ച്ച് വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഒരു തെങ്ങിലും കവുങ്ങിലും ഒക്കെ വരച്ച് കെട്ടിയിട്ടാണ് ഇത് വരയ്ക്കുന്നത്. അപ്പം ബാനർ എഴുതുമ്പോൾ അപ്പം ഞാൻ നീന്തി നടക്കുന്ന കാലം തൊട്ട് കണ്ട് ശീലിച്ചൊരു കാര്യങ്ങളായി അച്ഛന് വരയ്ക്കുന്നതും ഒക്കെ ഇത്. പക്ഷേ അതൊന്നും നമുക്ക് 4 5 എനിക്ക് വയസ്സുള്ളപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് നാടകം അച്ഛനും അമ്മയുടെയൊക്കെ കൂടെ KPSCയുടെ നാടകമാണ് എൻ്റെ മനസ്സിൽ ആദ്യം പതിഞ്ഞ നാടകം. മുടിയനായ കുടുംബസമേതം പോവുക അല്ലേ, ഓരോ നാടകത്തിലും ഓരോ സ്ഥലങ്ങളിൽ. അതെ അങ്ങനെ പോകും യാത്രകളിലാണ്. ഇത് KPSCയുടെ ഈ ഒരു യാത്ര നാടകയാത്ര തുടങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി ഇത് വരച്ചു കൊടുക്കുമ്പോൾ
അവരുടെ പിന്നെ ഈ സെറ്റ് നമുക്ക് ജോഡിക്കാൻ സ്റ്റേജിൽ ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു 2 പേരെ അച്ഛൻ തന്നെ അച്ഛൻ്റെ 2 അനന്തരവന്മാരെ വിട്ടുകൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ സമിതിയോട് കൂടി സഞ്ചരിക്കുക. അന്നും ഈ സീൻ ബേസ് സീനായിട്ട് ഇപ്പം മാറുന്ന പോലെ തന്നെ അന്നും മാറ്റം അല്ല, അന്ന് ഇപ്പോഴാണല്ലോ ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ലൈറ്റ് ഓഫിൽ പെട്ടെന്നൊരു സീൻ മാറുന്നതല്ലേ. അന്ന് അങ്ങനെയല്ല. അന്ന് KPSCയുടെ ആദ്യ അവതരണത്തിനാണ്ട് 21 വ്യത്യസ്ത രംഗങ്ങളുണ്ടായിരുന്നു. ഇതിന് ഓരോ രംഗം കഴിയുമ്പോഴും കർട്ടൻ വീഴും. പല കർട്ടൻ വീഴുന്ന ആ ഗ്യാപ്പിൽ ഓരോ പാട്ടും ഉണ്ടാവുമായിരുന്നു. ഏതാണ്ട് 14-16 പാട്ടുണ്ടായിരുന്നു അന്ന് ആദ്യം ഇത് അതേസമയം ഇപ്പം അത് KPSC തന്നെ അത് അവതരിപ്പിക്കുമ്പോൾ ഒത്തിരി അത് കുറച്ച് പാട്ടൊക്കെ കുറച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവതരണ രീതി അത് എനിക്ക് തോന്നുന്നു ഒരു 78 വരെയൊക്കെ ഈ സീൻ ഡിവൈഡ് ചെയ്യുന്നത് ഫ്രണ്ട് കർട്ടൻ ഇട്ടിട്ടായിരുന്നു. ഓരോ സീൻ കഴിയുമ്പോഴും കർട്ടൻ വീഴുമ്പോൾ ഞങ്ങൾ അടുത്ത സെറ്റ് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും കർട്ടൻ ഉയരും, അടുത്ത സീനിലേക്ക് പോകും. അങ്ങനെയായിരുന്നു. അത് മാറിയത് ഒരു 80-കളോട് കൂടിയൊക്കെയാണ് ഈ ലൈറ്റ് ഓഫിലൊക്കെ ഇത് തുടങ്ങിയത്. അപ്പോൾ മുതലേ ഈ അമ്പലപ്പറമ്പുകളിലൊക്കെ ഏത് സമയം മുതലാണ് ഇങ്ങനെയുള്ള അമ്പലം അങ്ങോട്ടൊക്കെ അവതരിപ്പിച്ചു തുടങ്ങി? അമ്പലപ്പറമ്പുകളിൽ ഒരു 72 മുതലൊക്കെ നാടകങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു 70-കളിലൊക്കെ നാടകങ്ങൾ അമ്പലങ്ങളിലേക്ക് അവതരിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവരെല്ലാം സജീവമായി. പക്ഷെ അതിനകത്ത് ആ ഒരു നമ്മളെ നാടക ആചാര്യന്മാരെന്ന് പറയുന്ന ആ ഒരു നിരയിൽപ്പെട്ട അതെ, അവരുടെ ഏറ്റവും നാടകവേദിയുടെ സുവർണ്ണ കാലമായിരുന്നു അത്. അവരെല്ലാം കൂടെ സജീവമായിട്ടുണ്ടായിരുന്നപ്പോൾ. സാറിന്റെ ഒരു വലിയ ഇതെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 50 വർഷം എന്ന് പറയുന്നത് അതിന്റെ തുടക്കം മുതൽ അത് പറയുമ്പോൾ ഒരു സുവർണ കാലഘട്ടത്തിലൂടെ വന്ന് ഇതിനൊരു നാടകത്തിനൊരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സമയത്തിലൂടെ കയറി വീണ്ടും എനിക്ക് തോന്നുന്നു ഇപ്പം നാടകം കുറച്ചുകൂടെ ജനകീയമായി. ആൻഡ് അത് മാത്രമല്ല, ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാടകത്തിന് പകരം സീരിയലുകളും സിനിമകളും കൂടുതലായിട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം വന്നു. വീണ്ടും തിരിച്ചു പിടിച്ചു. പണ്ടൊക്കെ കാലിക പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. അത് പൊയ്ക്കൊണ്ട് പിന്നെയും കയറി വന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിലൂടെ പോവുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ആണ് പുതിയ തലമുറയ്ക്ക്. ഞാനിപ്പം ഇത് 56-ാം വർഷമാണ് ഞാൻ ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് കിട്ടിയൊരു ഗുണമെന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട് അച്ഛനോടൊപ്പം ഇതിലേക്ക് പ്രവേശിച്ച് ഇതിൻ്റെ യാത്ര തുടങ്ങുന്നത് തന്നെ ഈ നാടക ആചാര്യന്മാരോടൊപ്പം. ശരിക്കും 56 വർഷമല്ല, സാറിന്റെ ജീവിതം മുഴുവനാണ്. ഇത്രയും വർഷവും ശരിക്കും നാടകത്തിൽ തന്നെയാണ് ഞാനൊരു 13 ജീവിക്കുന്നത്. അതെ, ഞാനൊരു 13-ാമത്തെ വയസ്സ് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ അമച്വർ നാടകങ്ങളുടെ വേദികളിലേക്ക് പോകുമായിരുന്നു. കാരണം ഈ വാടകയ്ക്ക് കൊടുക്കുന്ന കർട്ടൻ ശനി ഞായർ ദിവസങ്ങളിലാണ് മിക്കവാറും ആ പ്രോഗ്രാമുകൾ. അപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്ന കർട്ടൻ കെട്ടാനായിട്ട് അവിടെ സെറ്റ് അറേഞ്ച് ചെയ്യാൻ ഒരാളുണ്ടാവും. ഞാൻ അയാളുടെ കൂടെ പോയിട്ട് വെറുതെ നാടകം കാണാനുള്ള കൗതുകം. അങ്ങനെ ഒരു 13-ാമത്തെ വയസ്സിൽ ഞാനൊരു പ്രൊഫഷണൽ സമിതിയിൽ ഈ സെറ്റ് കെട്ടാനായിട്ട് തന്നെ പോയി തുടങ്ങി. 13-ാമത്തെ വയസ്സിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്ന് നിക്കറിട്ടുണ്ടായാണ് നിക്കറിട്ട് പോകുന്ന ആ കാലഘട്ടത്തിൽ പോലും ഞാൻ ഇതിനകത്ത് അന്ന് മുതൽ സജീവമായതാണ്. അതിനുശേഷമാണ് ഞാൻ പിന്നെ 67 മുതൽ അച്ഛനോടൊപ്പം കൂടുകയും ഒരു 70 അച്ഛൻ്റെ കൂടെ ക്യാമ്പുകളിലേക്ക് യാത്ര തുടങ്ങി. അന്നല്ല ഈ നാടക ക്യാമ്പുകൾ ഈ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഈ ഇപ്പോൾ KPSC ആണെങ്കിൽ തന്നെ ഒരു കായംകുളത്തൊരു വീടെടുക്കും. ആ വീട്ടിൽ എല്ലാവരും കൂടെ ഒത്തുകൂടും. എൻ്റെ പിന്നിലുള്ളവരെല്ലാം സാങ്കേതിക പ്രവർത്തകർ മുഴുവൻ അവിടെ ഉണ്ടാവും. പിന്നെ ലൈവ് ഓർക്കസ്ട്രയാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു 10-30 പേരുടെ ഒരു സംഘമാണ്. അതൊരു 1-2 മാസമൊക്കെ. ആ സമയത്തൊക്കെ ഇപ്പം പി ജയന്ദ്രൻ സാറ് അല്ലെങ്കിൽ KPSC ഇവരൊക്കെ ഉള്ള സമയം അത് KPSCയുടെ ഈ ചരിത്രത്തിൽ ഓരോ കാലഘട്ടത്തിൽ വന്നു പോയ കുറേ പേരാണ് ഇവരെല്ലാം. ഇതിപ്പോൾ KP ഉമ്മർ ഉണ്ടായിരുന്നു, ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ ഉണ്ടായിരുന്നു. അവരൊക്കെ അശ്വമേധത്തിൻ്റെ കാലത്ത്. അതും കഴിഞ്ഞ് തുലാഭാരത്തിലേക്ക് വരുമ്പോഴാണ് ലളിത ചേച്ചി. അങ്ങനെയുള്ള ആ ഒരു തലമുറ വരുന്നത്. തുടക്കത്തിലുള്ള ആളാണ് സുലോചന ചേച്ചിയും മറ്റേ KS ജോർജ്, അങ്ങനെയുള്ളൊരു ടീം. അപ്പോൾ ഇതിങ്ങനെ മാറി 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 അവിടെ ഈ പ്രഗത്ഭരെല്ലാം. അപ്പോൾ ഇതിനിടയ്ക്കാണ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റൊക്കെ അകത്ത് ആന്യചേട്ടൻ വന്ന് അഭിനയിച്ചിട്ടുണ്ട്. ആദ്യം തുടങ്ങിയത് കാമ്പിശ്ശേരി കരുണാകരൻ എന്ന് പറയുന്ന ഒരു വലിയ ലെജൻഡായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം സാംബശിവൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതല്ല, സാംബശിവൻ ഇതിനകത്ത് വേഷം ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ തലമുറ ഇങ്ങനെ ബന്ധപ്പെട്ടു പോയൊരു പ്രസ്ഥാനമാണ് KPSC. അതിനകത്താണ് ഈ ഇങ്ങനെയുള്ള പേരുകളെല്ലാം വരുന്നത്, ഈ ഒത്തിരി പേര്.
വാസി സാറ് നാടകം KPSCയുടെ വളരെ സജീവം നിന്ന് പുള്ളി സിനിമയിലേക്ക് പോകുമ്പോൾ ഉണ്ടായ ഒരു ഗ്യാപ്പിലാണ് SL പുരം അവിടെ നാടകം എഴുതിയിട്ടുണ്ട്. NN പിള്ള സാറ് നാടകം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നാടകങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് സാറിൻ്റേതല്ലാത്ത. അത് കഴിഞ്ഞാണ് പിന്നെ പുള്ളി തിരിച്ച് ഒരു വലിയ ഗ്യാപ്പിന് ശേഷം തിരിച്ച് 80കളിൽ തിരിച്ച് വീണ്ടും KPSCയിലേക്ക് വരുന്നതും ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ, അതായത് ഈ രംഗപടം ഒരുക്കിയതിൽ ഏറ്റവും എൻ്റെ അതായത് പ്രൊഫഷണൽ വേദിയിൽ അസാധ്യമായ ഒരു 3D സെറ്റ് ഒരുക്കാൻ പറ്റിയത് നിങ്ങൾ കൈന്തലയും പുറത്തിട്ടത്. അത് അന്നത്തെ കാലത്ത് സ്റ്റേജിൻ്റെ പരിമിതമായ ഈ സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് അസാധ്യമായതാണ്. കാരണം വെച്ചാൽ ഒരു സെറ്റ് മാത്രമല്ല, അതുകൂടാതെ പിന്നെ വേറൊരു 4 സെറ്റും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇത് ഒരൊറ്റ സീനിൽ വന്നിട്ട് അങ്ങ് പോകുന്നതാണ് ഈ ബസ്സിനകം. പക്ഷെ അത് 3 ഡയമെൻഷനിൽ ബസ്സായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുകയും ഇല്ല. എന്നിട്ട് ആ ബസ്സിൻ്റെ യാത്രയാണ്. അതിൻ്റെ പുറകെ അന്നത്തെ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ആകപ്പാടെ ആ ഒരു നാടകത്തിന് ഉപയോഗിക്കുന്നത് 200-ൻ്റെ ഒരു സാധാരണ ഫിലമെൻ്റുള്ള പഴയ ബൾബ്, 500-ൻ്റെ 2 ബൾബ് ഫ്രണ്ടിൽ തൂക്കിയിടും. അതിനകത്ത് ശരിക്കും അത് ഒരു നായക പ്രാധാന്യമുള്ള കഥ, നായികയ്ക്കായിരുന്നു പ്രാധാന്യം. അതെ, ആ ഒരു സ്ത്രീ കഥാപാത്രത്തിനെ കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ അതിനകത്ത് കരകുളം ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു നടനുണ്ടായിരുന്നു. കരകുളം ചന്ദ്രനായിരുന്നു അതിനകത്ത് ഈ ബസ് കണ്ടക്ടറായിട്ട്. അതിൽ പുള്ളി നല്ല പെർഫോം ചെയ്ത ആളാണ്, അതിനകത്ത് ശ്രദ്ധിക്കപ്പെട്ട വേഷം ചെയ്ത ആളാണ്. പിന്നെ പാൽസാറിൻ്റെ അനിയൻ തോപ്പിൽ കൃഷ്ണപിള്ള, അങ്ങനെ തുടങ്ങിയ ഒരു താരനിര ഉണ്ടായിരുന്നു. KPSC ഖാൻ എന്നും പറഞ്ഞിട്ടൊരു കക്ഷി. അന്ന് KPSCയിൽ ഒരു നല്ല ഇത് സുലോൻ ചേച്ചി ഒക്കെ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിട്ടുള്ള കാലമാണ്, 80 അതെ. അപ്പോൾ അങ്ങനത്തെ ഒരു നാടക അവതരണമായിരുന്നു. അത് പാസി സാറിൻ്റെ ഒരു 12 വർഷത്തോളം KPSCയിൽ നിന്ന് മാറി നിന്ന് പുള്ളി സിനിമയിൽ സജീവമായ ഒരു കാലത്താണ്. അതിന് ശേഷം തിരിച്ചു വന്നിട്ടാണ് ഈ നാടകം ചെയ്യുന്നത്. പിന്നെ സൂക്ഷിക്കുക കൈന്തലയും, സൂക്ഷിക്കുക ഇടതുവശം പോവുക, അങ്ങനെ കുറച്ച് നാടകങ്ങൾ പിന്നെ പുള്ളി വളരെ കാലിക പ്രസക്തമായ ആളുകളാണ്. പണ്ട് ഉണ്ടായിരുന്ന, ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം വെച്ചാൽ ഈ പണ്ട് ഇപ്പം നമ്മൾ NN പിള്ള സാറായാലും പാൽ സാറായാലും ഇവർ ആ തലമുറയിൽപ്പെട്ട നമ്മളാ നാടകാചാര്യന്മാരെന്ന് പറയുന്ന ഒരു 10ഓളം ആൾക്കാരന്ന് ഉണ്ട് സജീവമാണ്. അവരുടെ കാലത്താണ് ശരിക്കും പ്രൊഫഷണൽ നാടകം അതിൻ്റെ ഏറ്റവും നല്ല നിലവാരത്തിൽ. കാരണം അവരൊരു ഒരു വർഷം ഒരു നാടകമേ എഴുതും നിർബന്ധമായിട്ട്. അത് എഴുതുന്നത് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം സമൂഹത്തിനോട് പറയണം എന്ന് വരുന്നിടത്താണ് ഒരു നാടകം. കാളിദാസ കലാകേന്ദ്രം 61-ൽ 60 രൂപം കൊള്ളുന്നത്. നല്ല സമിതികൾ, കുറേ നല്ല ഒരു ഈ പറഞ്ഞ 60 മുതൽ ഒരു 80-85 വരെ നല്ല 85 വരെ നല്ല നാടകങ്ങളുടെ ഓരോ ദിവസവും ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ദിവസം തന്നെ 2-3 സ്റ്റേജുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സമയം വരെ ഉണ്ട്. ഞാൻ പറയല്ലോ 80-നും 90-നും ഇടയ്ക്ക്, 80-കൾക്കും 90-നും ഒക്കെ ഇടയ്ക്ക് ഒരു നാടക സംഘത്തിൻ്റെ ഒരു നാടകം അവതരിപ്പിക്കുന്ന പ്രൊഫഷണൽ നാടകത്തിനൊരു സീസണുണ്ട്. അതിൻ്റെ ഒരു നാടകം ഒരുങ്ങുന്ന ഒരു ടൈം, അല്ലെങ്കിൽ ഒരു നാടകം രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് മിക്കവാറും ഒരു ഏപ്രിൽ തൊട്ട് അല്ലെങ്കിൽ മെയ് തൊട്ടൊക്കെയാണ് ഇത് നാടകം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പീരീഡ്. ഒരു നാടക റിഹേഴ്സൽ ചെയ്ത് അവതരിപ്പിക്കുന്നത് ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ഓണക്കാലത്തോടുകൂടി ഒരുമാതിരിപ്പെട്ട നാടകങ്ങളൊക്കെ ഇറങ്ങും. കാരണം ഈ ഓണത്തിന് കുറച്ച് കളികൾ ഈ സമിതിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്സവകാലങ്ങളല്ല കൂടുതലും ഈ ഓണക്കാലങ്ങളും ഓണാഘോഷങ്ങളും ഒക്കെയാണ്. അതോടുകൂടിയാണ് ഈ ഉത്സവപ്പറമ്പിലേക്ക് നാടകങ്ങൾ വളരെ സജീവമായിട്ട് വന്നപ്പോഴാണ് ഈ നാടകങ്ങൾ ഒത്തിരി കളിക്കാനുള്ള അവസരം ഈ നാടക സംഘങ്ങൾക്കുണ്ട്. ഉത്സവപ്പറമ്പുകളിലേക്കൊക്കെ വന്നു തുടങ്ങിയ ഏത് സമയത്തായിരിക്കും? 70s-ലാണോ? അല്ല, ഞാൻ 68 മുതൽ ഞാൻ ഇതിൻ്റെ സജീവമായിട്ട് ഇതിൻ്റെ കൂടെ യാത്ര ചെയ്തു തുടങ്ങിയ സമയം തൊട്ടേ ഉത്സവപ്പറമ്പുകൾ നാടകങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് തുടങ്ങി.
അത് പക്ഷേ വളരെ സജീവമാകുന്നത് ഒരു 70-ന് ശേഷം. അപ്പോഴത്തേക്കും കഥ മാറിയിട്ടുണ്ടാവും. കാരണം ഇത്രയും നാളും പാർട്ടി മറ്റത് നാടകത്തിന്റെ വേദികൾ മുഴുവൻ പാർട്ടി മീറ്റിങ്ങുകൾ അങ്ങനെയുള്ള വേദികളായിരുന്നെങ്കിൽ അങ്ങനത്തെ കഥകളുമാണ്. അതെ. അപ്പോൾ അത് കുറച്ചുകൂടെ ജനകീയമായത് ഈ ഉത്സവപ്പറമ്പുകൾ സജീവമായപ്പോഴാണ് നാടകം കുറച്ചുകൂടെ അന്നേരമാണ് നാടക സംഘങ്ങളുടെ എണ്ണം കൂടുന്നത്, നാടക സംഘങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള വേദികൾ കൂടുന്നത്. അതോടുകൂടിയാണ് ഒരു 70-കളോടുകൂടി 70-ന് മുന്നേ ഒരു പുതിയ പ്രതിഭാസം തുടങ്ങി ഫൈൻ ആർട്ട് സൊസൈറ്റികൾ രൂപം കൊണ്ടു നമ്മളെ കേരളത്തിൽ. എല്ലാ പഞ്ചായത്തുകളിലും വരെ ഫൈൻ ആർട്ട് സൊസൈറ്റികൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ ഫൈൻ ആർട്ട് സൊസൈറ്റികളിലെല്ലാം എല്ലാ മാസവും ഒരു പ്രോഗ്രാം വെക്കും. അത് നാടകം മാത്രം. ഇന്നത്തെ പോലെ വേറെ ഒരു പരിപാടി അന്ന് വെക്കാറില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നാടക സംഘങ്ങൾക്ക് അവരുടെ ഈ പറയുന്ന സെപ്റ്റംബർ മുതൽ അടുത്ത ഏപ്രിൽ വരെയുള്ള ഒരു 6 മാസക്കാലം കൊണ്ട് അവർക്ക് 420 നാടകമൊക്കെ വേണേൽ കളിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ദിവസം 3 നാടകം എന്നൊക്കെ പറയുന്നത് സർവ്വസാധാരണമായിരുന്നു. അത് ശിവരാത്രി ദിവസമൊക്കെ ഒരു 3 നാടകം ഇല്ലാത്ത ഒരു നാടക സമിതിയും കാണുകയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അന്നേരമാണ് ഈ നാടക സംഘം ശരിക്കും ഈ കേരളം മുഴുവൻ പിടിച്ചടക്കിയെന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ ഒരു ഉത്സവപ്പറമ്പിൽ ചെന്നാൽ നമുക്ക് കാണാവുന്നൊരു, പ്രത്യേകിച്ച് കൊല്ലം ഭാഗത്തൊക്കെ ചെന്നാൽ അന്ന് കാണാവുന്ന ഒരു വളരെ കൗതുകകരമായ കാഴ്ചയുണ്ട്. ഒരു സന്ധ്യയോടുകൂടി ഒരു കുടുംബം ഈ നാടക സ്ഥലത്തേക്ക് വരിക, പായുമൊക്കെ ചുരുട്ടി കുഞ്ഞുങ്ങളും മക്കളും അമ്മമാരും എല്ലാം കൂടെ വരിക. അവർ വന്ന് പായും വിരിച്ചിട്ടാൽ അവിടെ ആദ്യം നടക്കുന്ന കലാപരിപാടി ഒരു പ്രാദേശിക കാര്യങ്ങളും കഴിഞ്ഞാൽ ഒരു കഥാപ്രസംഗം, ഒരു നാടകം, ചിലപ്പോൾ 2 നാടകം. ഇതും കഴിഞ്ഞിട്ടൊരു ബാലയും കഴിഞ്ഞിട്ട് രാവിലെയാണ് ഇവർ തിരിച്ചു പോകുന്നത്. ഇടയ്ക്ക് അവർ പോകുന്ന പ്രശ്നമില്ല. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് 42 വയസ്സാവുന്നേ ഉള്ളൂ. ഈ ഇത്രയും പ്രായത്തിനിടയ്ക്ക് തന്നെ ഈ 80s എൻ്റെ കുഞ്ഞിലെ തന്നെ ഓർമ്മയുണ്ട് ഇങ്ങനെ. ഇതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. നമുക്ക് തിങ്ങി നിറഞ്ഞ ഓഡിയൻസ്. നമ്മുടെ ഒരു വലിയ പ്രത്യേകത ചിലപ്പോൾ പ്രത്യേകിച്ചും നാട്ടില് കൂടുതൽ ഈ അമ്പലങ്ങൾ അടുത്തടുത്തുണ്ട്. അതെ അതെ അതെ. ഇപ്പൊ തന്നെ ഇപ്പൊ കുട്ടനാട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടമാതിരി പല അമ്പലങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഈ ഒരു സമയത്തായിരിക്കും അടുപ്പിച്ചടുപ്പിച്ച് മത്സരിച്ച നാടകങ്ങൾ കഥകളിയും അതിനോടൊപ്പം തന്നെ ഉണ്ടാവും. ഏറ്റവും നല്ല നാടകങ്ങൾ വെക്കാൻ ഈ സംഘാടകർ മത്സരമായിരുന്നു ഈ ഉത്സവപ്പറമ്പുകളിലെ. കാരണം ഓരോ നാടകം ഇറങ്ങി കഴിയുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് അഭിപ്രായം പരക്കും. അന്നത്തെ കാലത്തെ വരുമാനം അതെങ്ങനെയായിരുന്നു? വളരെ തുച്ഛമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ ജീവിതം കൊണ്ടുപോകാനും മാത്രമുള്ള ഇതുണ്ടാവുമായിരുന്നു. അത് അന്നും ഇന്നും നാടകവേദിയെ ഒരു ദരിദ്ര നാടക വേദി തന്നെയാണ്. കാരണം വെച്ചാൽ ഇപ്പോഴും ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തും കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ അവതരിപ്പിക്കാൻ പറ്റിയ കലാരൂപം നാടകമാണ് ഇപ്പോഴും. ഒരു ഗാനമേളയ്ക്ക് വെക്കണമെങ്കിൽ ലക്ഷത്തിനടുത്ത് പൈസ. എന്തിനിപ്പോൾ ഒരു നാടൻ പാട്ടെന്നും പറഞ്ഞ് അവതരിപ്പിക്കുന്ന സാധനത്തിനും കൊടുക്കണം ഒരു 80,000-90,000 രൂപ. ഇപ്പോഴും വേണം പ്രൊഫഷണൽ നാടകം 15,000 തൊട്ട് 30,000 ഇടയ്ക്ക് കിട്ടും. അഭിനയിക്കുന്നവരുടെ ജീവിതം. അപ്പോൾ അവർ ഞാൻ പറഞ്ഞല്ലോ ഈ 6 മാസം രാത്രിയെ പകലാക്കി ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സംഘം. ഇതല്ലാതെ മറ്റൊരു തൊഴിലും പലരുടെയും കയ്യിലില്ല. അവർക്കത് പറ്റുകയില്ല. കാരണം വെച്ചാൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സാറിന് ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നിമിഷം എനിക്കിത് മടുത്തു, അല്ലെങ്കിൽ ഇതുകൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല, നിർത്തണം എന്നങ്ങനെ എന്തെങ്കിലും ഒരിക്കലെങ്കിലും? അല്ല, പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഞാൻ അങ്ങനെ എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വ്യാപകമായിട്ട് കുറേ അധികം വർക്കുകൾ ഒരേ സമയം ചെയ്യുകയില്ല. എൻ്റെ ആദ്യകാലത്ത് 80-കളും 70-80-നും ഇടയ്ക്ക് ഒരു 120 നാടകങ്ങൾക്ക് വരെ ഒരു വർഷം. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, കാരണം എൻ്റെ ഓർമ്മയില്ല ഞാൻ ഇന്ന് വരെ രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ എന്നല്ല വേറൊരു പേര് എൻ്റെ മനസ്സിൽ കയറിയിട്ട്. അല്ല, അത് ഒരു കാലഘട്ടത്തിൽ അതാ ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ അതുപോലെ വ്യാപകമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഒത്തിരി പൈസ എനിക്ക് കിട്ടാതെ വരും. അതെ, അത് ഇതിനകത്ത് ഉള്ളതാണ്. അപ്പം അത് ഇതൊരു വളരെ പരിമിതികളുള്ള ഒരു നാടക പ്രസ്ഥാനമായത് കാരണം ഇപ്പോൾ പൈസ തന്നില്ല എന്ന് വിചാരിച്ച് ആ ബന്ധം മുറിച്ചിട്ട് അടുത്ത വർഷം ചെയ്യാതിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം കിട്ടുന്നിടത്തുണ്ട്, ആ കിട്ടുന്നതോട് ഇതിന് ചിലവാക്കും. അങ്ങനെ പോകുന്ന കാരണം അങ്ങനെ സാമ്പത്തിക പ്രശ്നം കൊണ്ട് ഞാൻ ഇതിനോട് വെറുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇതിന് മാനസികമായിട്ട് ഇതിനോട് മടുത്ത് ഇങ്ങനെ ആകുന്നതെന്ന് കാരണം പിന്നെ എനിക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇത് ഇത്ര വ്യാപകമായിട്ട് ഇതിലേക്ക് നിൽക്കണ്ട എന്ന് പറയുന്ന കാരണം വേണ്ട. ഇനി വേറെ പുതിയ ആൾക്കാർക്ക് ഒത്തിരി വരുന്നുണ്ട്, പുതിയ സങ്കേതങ്ങൾ വരുന്നു. ഇപ്പോൾ ഫ്ലെക്സ് പ്രിൻ്റ് പോലുള്ള കാര്യങ്ങൾ വരുന്നു, LED സ്ക്രീൻ വരുന്നു. അപ്പോൾ കാലത്തിൻ്റെ മാറ്റത്തെ നമ്മളെപ്പോഴും ഉൾക്കൊള്ളണം. അത്
ചോദ്യത്തിനോട് തന്നെ എനിക്കൊരു ചോദിക്കാനുള്ളത്, ഇപ്പം സാറ് 50 തുടങ്ങിയിട്ടാണ് വന്നത്, 50, 60, 70, 80s ഒക്കെ കണ്ടു. ഈ ഓരോ കാലഘട്ടത്തിലും നാടകം ഓരോ രീതിയിലാണ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങളും പല രീതിയിലാണ്, ആസ്വാദന രീതിയിൽ ജനങ്ങളുടെ ഓരോ വിഷനിലെല്ലാം വ്യത്യാസം വന്നു. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഈ നാടകത്തിനെ ബാധിച്ചിരിക്കുന്നത്? ഇനിയുള്ള ഫ്യൂച്ചർ എന്താണ് അങ്ങ്? അല്ല, നാടകത്തിൻ്റെ നമ്മളിപ്പോൾ ഒരു 70 വർഷത്തെ ഒരു ചരിത്രം ഇങ്ങോട്ട് എടുത്താൽ മതി. എന്നുവെച്ചാൽ KPSC സജീവമാകുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള ഒരു 5 വർഷം കൂടെ ചേർത്ത് 10-70 വർഷത്തെ ഒരു ചരിത്രം ഇതിനുണ്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ പ്രൊഫഷണൽ നാടകത്തിന്, മറ്റ് നാടകങ്ങൾ തിയേറ്റർ നാടകങ്ങൾ അതല്ല, നമ്മൾ പ്രൊഫഷണൽ നാടകത്തിന് അതിൻ്റെ കാലാകാലങ്ങളിൽ ഓരോ 10 വർഷം കൂടുമ്പോഴും ഇതിൻ്റേതായ ചില നവീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഈ രംഗപടത്തിൻ്റെ കാര്യത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. കാരണം വെച്ചാൽ ആദ്യകാലത്ത് ഇപ്പോൾ NM സാറിൻ്റെ നാടകം ക്രോസ് ബെൽറ്റ് നാടകമാണെങ്കിൽ അതിനകത്ത് 2 രംഗ പശ്ചാത്തലത്തിലാണ് ആ നാടകം നടക്കുന്നത്. ആദ്യം ഒരു സെറ്റ്, പിന്നീട് ഒരു സെറ്റ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അത് 2-3 സെറ്റിലേക്കൊക്കെ ചില നാടകങ്ങൾ വരുന്ന ഒരവസ്ഥയുണ്ടായി. നാടകരചന രീതി അങ്ങനെയായിരുന്നു. അന്നത്തെ രീതി എന്ന് പറയുന്നത് തന്നെ നാടകത്തിന് സംഭാഷണ പ്രാധാന്യമാണ്. സംഭാഷണം കൊണ്ടാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇത് എത്തുന്നത്. വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് വളരെ കുറവായിരുന്നു. ഈ സെറ്റിലാണെങ്കിൽ പോലും വലിയ ഗിമിക്കുകളൊന്നുമില്ല. ഇപ്പോൾ നാടകത്തിന് വേണ്ടത് എന്താണോ അത് മാത്രം. അത് മിക്കവാറും ആദ്യകാലങ്ങൾ വെറും കർട്ടൻ സീനുകളായിരുന്നു. അത് പിന്നീട് മാറിയിട്ട് കട്ടൗട്ട്, ഇപ്പോൾ വീടിൻ്റെ സെറ്റാണെങ്കിൽ കട്ടൗട്ട് സെറ്റിലേക്ക് നമ്മൾ ഡിസൈൻ മാറ്റി. അതും കഴിഞ്ഞിട്ട് കുറച്ചും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ നാടക സങ്കല്പത്തിന് ഇപ്പോഴും വേദി, കാണിയുടെ ഇടതും വലുതും എന്ന് പറയുന്നത് വേദിയെ സംബന്ധിച്ച്, കാണിയെ സംബന്ധിച്ചും അവരുടെ കാണിയുടെ റൈറ്റ് എന്ന് പറയുന്നതാണ്. ഒരു ക്യാരക്ടർ ഒരു വീടിൻ്റെ സെറ്റാണെങ്കിൽ പുറത്തുനിന്ന് വരുന്നു എന്ന് സങ്കല്പിക്കുന്നത് ആ വലതുവശത്തുനിന്ന് കൊണ്ട് കയറുന്നു, ഇടതുവശത്തേക്ക് പോകുന്നത് പുറത്തേക്ക് ആ വീടിനകത്തേക്ക്. ഇപ്പോഴും പൊതുവായ സങ്കല്പം അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നാടകം ആദ്യത്തെ കുറേ വർഷങ്ങൾ. നമ്മളിപ്പോൾ സെറ്റ് ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു വീട് ആദ്യം കട്ടനായിരുന്നത് പിന്നെ മാറ്റി കട്ടൗട്ട് സെറ്റാക്കി. അപ്പോഴും അന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് അച്ഛനും ഞാനും ഒക്കെ ആയിട്ട് ചെയ്തത് ഒരു 2 ജനലും നടുക്കൊരു വാതിലുമുള്ള ഒരു ബാഗിലൊരു സെറ്റ്. ഈ ഒരു ചെറിയ മാറ്റം അന്ന് വന്നത് അകത്തേക്ക് പോകുന്ന ഇടത്തേക്ക് പോകുന്ന എന്ന് പറയുന്നതിന് പകരം നേരെ വാതിലിനകത്തേക്ക് പോകാം, ആ വീടിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം വന്നു കഴിഞ്ഞ് അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് വീണ്ടും ആ ഡിസൈൻ ഒരു മാറ്റം വരുത്തുന്നത് പറഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ ഒരു പൂമുഖം ആണ് രംഗവേദിയെങ്കിൽ ആ പൂമുഖത്തിലേക്ക് കടന്നു വരാൻ അരമതിലും തൂണും ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പശ്ചാത്തലം കൂടെ നമ്മൾ കാണിച്ചു തുടങ്ങി. ഈ വീടിരിക്കുന്ന പശ്ചാത്തലം അല്ലെങ്കിൽ ആ നാടകം നടക്കുന്ന പശ്ചാത്തലം ഒരു കർട്ടനിൽ വരച്ചിടുകയും ഈ രംഗവേദിയിലേക്ക് വരുന്നവർ ഈ സൈഡ് തെറ്റിക്കകത്തുനിന്ന് കയറി വന്നവർ നേരെ ബാഗിൽ കൂടെ വന്ന് ഇതിലേക്ക് വന്ന് അതെ. അപ്പോൾ അതൊരു നാടകത്തിൻ്റെ ഈ മൂവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കി. മറ്റത് ഈ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇവിടുന്ന് വന്ന് കയറി ഇതിനകത്ത് കിടന്ന് കറങ്ങി തിരിച്ച് അങ്ങോട്ട് പോയി തിരിച്ചു പോയി ഇതൊക്കെയാണ്. അതെ, ഇത് നേരെ തിരിച്ച് ഈ പശ്ചാത്തലം ലൈറ്റപ്പ് ചെയ്യാനും വിഷ്വലിന് കുറച്ച് പ്രാധാന്യം ഉണ്ടായി തുടങ്ങി അന്നേരം. കാരണം ഒരു വീടിരിക്കുന്ന ഒരു ഗ്രാമമാണ്, അതിൻ്റെ പിന്നിലൊരു അമ്പലമുണ്ട്, അതിൻ്റെ പിന്നിലൊരു പുഴ ഒഴുകുന്നുണ്ടെന്നൊക്കെ ഉള്ള ആ ഒരു ചിത്രീകരണം കൂടെ വന്നപ്പം ആൾക്കാരെ ആകർഷിക്കാൻ തുടങ്ങി. അതായത് വെറുതെ കായംകുളത്തെ ഞാൻ പല അനുഭവങ്ങളും അച്ഛൻ ചെയ്തു വെച്ച 68 കാലത്ത് ശൂന്യമായ രംഗവേദിയിൽ ആദ്യം സീൻ ഓപ്പൺ ആകുമ്പോൾ ജനം കൈയടിച്ച ചരിത്രമുണ്ട്. ഒറ്റ ആർട്ടിസ്റ്റ് പോലും ഒരു നാടകം അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഓപ്പൺ ചെയ്തപ്പോൾ ഒരു കുട്ടനാടിൻ്റെ ഒരു വയലേല കായംകുളത്തെ ഒരു കേരള തിയേറ്റേഴ്സ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ രാമരാജ്യം എന്ന് പറയുന്ന നാടകം, പഴയ MG സ്വാമി സിനിമാടനാകുന്നതിന് മുമ്പ് അഭിനയിച്ച നാടകം. അതിനകത്ത് സീൻ ഓപ്പൺ ആകുമ്പോൾ കാണുന്നത് കുട്ടനാടിൻ്റെ വയലേലെ, അതിനകത്ത് അതിൻ്റെ ഒരു ചിത്രീകരണം കിടക്കുന്നത്. അതിലേക്കൊരു ലൈറ്റ്, ചെറിയ ബ്ലൂ ലൈറ്റിലാണ് ഈ സീൻ ഓപ്പൺ ആകുന്നത്. അപ്പോൾ കയ്യടിയാണ് ആ ജനം. കാരണം അത് ജനത്തിൻ്റെ മനസ്സിൽ അതുവരെ അവർ കാണാത്ത ഒരു തനതായ ഒരു പ്രകൃതി ദൃശ്യം കാണുക അവിടെ. അപ്പം അങ്ങനെ ജനത്തിന് ആകർഷണീയത ഉണ്ടാകുന്ന രീതിയിലേക്ക് ഇതിന്റെ ചിത്രീകരണം നമ്മൾ എന്താ പറയാ, ഈ അപ്പർ കുട്ടനാട്ടിൽ ജീവിക്കുന്നവർക്ക്
കാരണം ആ വയലിൻ്റെ നടുക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലത് ഇപ്പോഴും കിടക്കുക എന്നെ അന്ന് 68 അത് ആ വയലിൻ്റെ നടുക്കൂടെ അന്നൊക്കെ ഈ ഇലക്ട്രിക്കൽ പോസ്റ്റ് ഉണ്ട് ഈ കളത്തിലെ ഉപയോഗത്തിന് ഈ പോസ്റ്റുകൾ പോകുന്നതൊക്കെ അച്ഛൻ വരച്ചു വെച്ചൊരു കർട്ടൻ അസാധ്യ ഒരു ഇതായിരുന്നു അത് അതിൻ്റെ ആദ്യം നാടക ഉദ്ഘാടന ദിവസമാണ് ഭയങ്കര കയ്യടിയാണ് അല്ല അച്ഛൻ ചെയ്ത പോലെ ഒന്നും എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല അത് വേറെ യാഥാർത്ഥ്യം അപ്പോൾ ഈ അത്തരം ആകർഷണീയതയും കൂടെ നമുക്ക് സെറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റി പിന്നീടാണ് അപ്പം നാടകരചനയുടെ രീതി പുതിയ ഒരു തലമുറ ഇതിലേക്ക് രണ്ടാം നേരം ഇതിനകത്തേക്ക് വന്നു കുറച്ച് പേര് സുന്ദരം കല്ലായി തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു തലമുറ ഈ ആചാര്യന്മാർക്ക് ശേഷം കടന്നു വന്നു അപ്പോൾ നാടകരചനാ രീതിയിൽ രംഗപടത്തിൽ പശ്ചാത്തലങ്ങൾ മാറി തുടങ്ങി ഒത്തിരി പശ്ചാത്തലങ്ങൾ ഒരു 4, 5, 6 ഒക്കെ ഒരു നാടകത്തിന് തന്നെ വരുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ അതും ആ ഒരു മാറ്റം ഇങ്ങനെ വന്ന് അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നീട് വന്നപ്പം ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും സിനിമാറ്റിക്കാണ് ഇപ്പം നാടകം ഈ പ്രൊഫഷണൽ നാടകം കാരണം വെച്ചാൽ അതിൻ്റെ ഒരു പക്ഷേ ഈ മാറിയ തലമുറയെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണോ എന്നറിയില്ല കാരണം ഇപ്പോൾ രംഗ പശ്ചാത്തലത്തിന് അമിത പ്രാധാന്യം ഒരു 16, 17 ഇപ്പോൾ ഡയലോഗ് കുറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ 230, 250 പേജ് പണ്ടൊരു നാടകം ഉണ്ടായിരുന്നു ഒരു നമ്മുടെ ഒരു ഫുൾ സ്കാപ്പ് പേജ് അത് ഇപ്പോൾ വന്നിട്ട് 68 അല്ലെ 70 പേജിലൊക്കെ സ്ക്രിപ്റ്റ് തീർന്നു ബാക്കി വർക്കുകളാണ് സംവിധായകൻ്റെ ചപ്പിടി വിദ്യകൾ സെറ്റിൻ്റെ ചപ്പിടി വിദ്യകൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആവശ്യമില്ലാത്തതല്ല ഒരു വർഷം ആ നാടകത്തിന് വേണമെന്നായിരിക്കും അവരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഗോവിഡിന് തൊട്ട് മുമ്പ് ഒരു നാടകം ഇറക്കിയപ്പോൾ അതിനകത്തൊരു റോളർ കാണിക്കും റോളർ കാണിക്കുക ആ സീൻ വെറുതെ കാണിക്കുകയല്ല ആ സാധനം റോഡ് ടാർ ചെയ്യുക അങ്ങോട്ട് ഓടുന്നു തിരിച്ച് റിവേഴ്സ് എടുക്കുന്നു ടാർ ഒഴിച്ചു കൊടുക്കുന്നു ഡ്രൈവറും താഴെ ഈ അന്നത്തെ ആ ഈ ഒരു രീതിയുണ്ട് പല ഈ തുണി നനച്ച് പിടിക്കുന്ന ഒരു സ്ത്രീ അവർ ഈ ഡ്രൈവറുമായിട്ടുള്ള റൊമാൻസ് ആണ് ആ സാധനം അതിനുവേണ്ടി അപ്പോൾ റോളർ ഇറക്കണം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ചപ്പടി വിദ്യകൾ ഒത്തിരി നാടകത്തിലേക്ക് കയറാൻ തുടങ്ങി നാടകത്തിൻ്റെ രചന ചെറിയ സീൻസ് എന്ന് പറഞ്ഞാൽ ഒരു 26 രംഗം ആകെ 1:50, 2 മണിക്കൂറോ കളിക്കുന്ന നാടകത്തിന് 26 ലൈറ്റ് ഓഫ് 26 വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലേക്കോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന സീനുകളിലേക്കോ മാറുക അപ്പം നാടക രചനയുടെ രീതിയെ മാറി അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഇനിയും വിശേഷങ്ങൾ തുടരും അതുമായി നമുക്ക് അടുത്ത ലക്കം കാണാം